Hello everyone, welcome to G-Board Class 8. It's me and Nafi. Yes, എല്ലാവർക്കും മക്കളെ 8ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ 8ാം ക്ലാസ്സിലെ ഈ ഒരു വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ആദ്യം കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒന്ന്, നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ടെക്സ്റ്റ് ബുക്ക് കിട്ടി തുടങ്ങിയോ? രണ്ടാമത്, നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ടുള്ള പഠിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ഏതാണ്? ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. പുതുതായി 8ാം ക്ലാസ്സിലേക്ക് എത്തിയ എല്ലാ കുട്ടികൾക്കും നിങ്ങൾ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. കാരണം ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 8ാം ക്ലാസ്സിലെ ചില മാറ്റങ്ങൾ നിങ്ങൾ അറിയിക്കാനാണ് വന്നത് കേട്ടോ. നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഇത്രയും കാലം ഗ്രേഡ് മാത്രമായിരുന്നല്ലേ ABCD എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രേഡ് മാത്രമാണ് നിങ്ങൾക്ക് 7ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലൊക്കെ ഉണ്ടായിരുന്നത്. ഇനി ആ ഗ്രേഡിൻ്റെ കൂടെ എന്തും കൂടി വരികയാണ്, മാർക്ക് കൂടി വരികയാണ്. 40 മാർക്കിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, ഓരോ വിഷയങ്ങളുണ്ട്. അപ്പോൾ ഗ്രേഡ് മാത്രമല്ല, ഇനി നിങ്ങൾക്ക് എന്തുണ്ടാവും, മാർക്കും ഉണ്ടാവും എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഓരോ 40 മാർക്കിൻ്റെ വിഷയത്തിലും നിങ്ങൾ എക്സാമിൽ 12 മാർക്ക് നേടിയെടുത്താൽ മാത്രമേ നിങ്ങൾ പാസ്സാവുള്ളൂ. ഈ ഒരു കാര്യം ആദ്യം നിങ്ങൾ ഓർത്ത് വെക്കണേ. 40 മാർക്കിൻ്റെ വിഷയത്തിൽ 12 മാർക്ക് നിങ്ങൾ എഴുതിയെടുത്താൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, പാസ്സാവുള്ളൂ. 40 മാർക്കിൻ്റെ വിഷയത്തിൽ 12 മാർക്ക് എഴുതിയെടുത്താൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, പാസ്സാവുള്ളൂ എന്നുള്ളൊരു കാര്യം ആദ്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. 40 മാർക്കിൻ്റെ വിഷയത്തിൽ 12 മാർക്ക് എഴുതിയെടുത്താൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യൂ, പാസ്സാകൂ. ആ ഒരു കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. അതായത് റിട്ടേൺ എക്സാം, എഴുത്ത് പരീക്ഷയിൽ നിങ്ങൾ 12 മാർക്ക് നിങ്ങൾ എഴുതിയെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്, നിങ്ങളിങ്ങനെ പഠിക്കാതിരുന്നൊരു കാര്യമുണ്ടോ? ഇല്ല, നിങ്ങൾ തുടക്കം മുതലേ പഠിക്കാൻ തയ്യാറാണ് കേട്ടോ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് 7ാം ക്ലാസ്സിൽ ബേസിക് സയൻസ് ഉണ്ട്, 8ാം ക്ലാസ്സിലും ബേസിക് സയൻസ് ഉണ്ട്. പക്ഷേ ആ ബേസിക് സയൻസിന് 3 ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. നിങ്ങളുടെ ബേസിക് സയൻസ് ടെക്സ്റ്റ് ബുക്ക് 3 ടെക്സ്റ്റ് ബുക്കായിട്ട് മാറാൻ പോവാണ്. ഒന്ന് ഫിസിക്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് അഥവാ ഊർജ്ജതന്ത്രം, രണ്ടാമത് കെമിസ്ട്രിയുടെ ടെക്സ്റ്റ് ബുക്ക് രസതന്ത്രം, മൂന്നാമത് ബയോളജി ടെക്സ്റ്റ് ബുക്ക് അഥവാ ജീവശാസ്ത്രം എന്നിങ്ങനെ 3 ടെക്സ്റ്റ് ബുക്കായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്, മാറാണ്. അപ്പോൾ ഒരു ദിവസം തന്നെയായിരിക്കും എക്സാം. പക്ഷേ ആ എക്സാമിൽ 3 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. ഫിസിക്സിന് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും, കെമിസ്ട്രിക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും, ബയോളജിക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഉണ്ടാവും. ഈ മാറ്റങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം, ഇത്രയും കാലം 8ാം ക്ലാസ്സിലുള്ള ടെക്സ്റ്റ് ബുക്ക് അല്ല നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, പുതിയ ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. ആ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് പഠിക്കണമെങ്കിൽ നിങ്ങൾ ദിവസവും വേണ്ട, ആഴ്ചയിൽ ഒരു 4 ദിവസം, ദിവസവും 2 മണിക്കൂർ വെച്ചിട്ട്, ആഴ്ചയിൽ 4 ദിവസം, ദിവസവും 2 മണിക്കൂർ വെച്ചിട്ട് നിങ്ങൾ പഠിക്കാൻ തയ്യാറാവണം. ഇങ്ങനെ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം 8ാം ക്ലാസ് തോറ്റുപോകും. കാരണം 8ാം ക്ലാസ് നിങ്ങൾ തോൽപ്പിക്കും കേട്ടോ. നിങ്ങൾ പഠിച്ച് പാസ്സായിട്ടില്ലെങ്കിൽ 8ാം ക്ലാസ്സിൽ നിങ്ങളെ തോൽപ്പിക്കും എന്നുള്ളൊരു കാര്യം ഓർത്തുക. കഴിഞ്ഞ പോലെ ഒരുപാട് ആളുകൾ തോറ്റിട്ട് എക്സാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ 8ാം ക്ലാസ്സിൽ നിങ്ങൾ പാസ്സായിട്ടില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും എക്സാം എഴുതേണ്ടി വരും. അപ്പോൾ ആ ഒരു അവസ്ഥ ഇല്ലാതാക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ചിട്ടയായിട്ട് പഠിക്കാൻ നിങ്ങളെ കൂടെ കട്ടക്ക് പഠിപ്പിക്കുന്ന ഒരാൾ വേണമല്ലോ. അതാണ് നമ്മുടെ എജ്യൂപോർട്ടിൻ്റെ സൂപ്പർ ബാച്ച്. നിങ്ങൾ എജ്യൂപോർട്ടിൻ്റെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾക്ക് വേണ്ട എല്ലാ ക്ലാസ്സുകളും എവിടെ ഉണ്ടാവും, എജ്യൂപോർട്ടിൻ്റെ സൂപ്പർ ബാച്ചിലുണ്ടാവും. നിങ്ങൾക്ക് ലൈവ് ക്ലാസ് ആയിട്ടും റെക്കോർഡ് ക്ലാസ് ആയിട്ടും ഡൗട്ട് ക്ലിയർ ചെയ്യാനും മെൻ്റൽ സപ്പോർട്ടും അങ്ങനെ എല്ലാ കാര്യങ്ങളും എജ്യൂപോർട്ടിൻ്റെ സൂപ്പർ ബാച്ചിലുണ്ട്. ആ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക്, ഒരു ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് നിങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ അടിച്ചു കൊടുത്ത് നമ്മുടെ ടീം നിങ്ങൾ എന്ത് ചെയ്യും, വിളിക്കും. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ടീം വിളിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID അവിടെ കൊടുക്കുന്നുണ്ട്, nafi.edupoort. ഇതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. nafi.edupoortലേക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാനതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറഞ്ഞു തരട്ടെ. അപ്പോൾ ഓർത്ത് വെച്ചോ, നിങ്ങൾക്ക് 8ാം ക്ലാസ്സിൽ ഗ്രേഡിൽ നിന്ന് മാർക്കിലേക്ക് മാറ്റമുണ്ട്. മിനിമം മാർക്ക് നിങ്ങൾ എഴുതിയെടുത്തിരിക്കണം. ബേസിക് സയൻസ് എന്നുള്ള സബ്ജക്റ്റ് 3 എണ്ണമായി മാറുകയാണ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിട്ടയോട് കൃത്യതയോട് കൂടി പഠിക്കണമെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കിടലൻ സപ്പോർട്ടർ വേണം. അത് മറ്റാരുമല്ല, ഞങ്ങളാണ്. എജ്യൂപോർട്ടിൻ്റെ സൂപ്പർ ബാച്ചാണ്. നിങ്ങൾ നമ്മുടെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ തേടി ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് തന്നെ വരും എന്നുള്ള കാര്യം ഞാൻ ഉറപ്പ് തരാണ്. അപ്പോൾ നിങ്ങളൊരു ടെൻഷൻ അടിക്കേണ്ട, ഒരു പേടിയും പേടിക്കേണ്ട. നമ്മൾ സെറ്റാക്കി തരാം. നിങ്ങളുടെ കൂടെ നമ്മളുണ്ട്. നമ്മളെ കൂടെ അങ്ങോട്ട് കൂടിക്കോ, അടിപൊളിയായിട്ട് പഠിച്ചോ, ജില്ലായിട്ട് പഠിച്ചോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങൾ 8ാം ക്ലാസ് പഠിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ലിങ്ക് അയച്ചു കൊടുക്കുക. ഇസ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.